ഇന്നത്തെ ഒരു പ്രൊമോ ഓക്കെ നിഷ്പക്ഷമായിട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു സീസണിൽ ആരുടെയും ഫാനാവാൻ മാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തി അവിടെ ഇല്ല. പക്ഷേ ഇന്നത്തെ ഇപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടുള്ള പ്രൊമോ, രാവിലത്തെ പ്രൊമോ റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ജസ്റ്റ് ഒരു പ്രൊമോയിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ജിൻഡോ ആരുടെയെങ്കിലും പപ്പറ്റായിരുന്നു, പവർ ടീമിൻ്റെ പപ്പറ്റായിരുന്നു എന്ന്. സീരിയസ് ആയിട്ട് എനിക്ക് ഒരു 80% അല്ലെങ്കിൽ 70% എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം വെച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിൻഡോ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കുറച്ചൊക്കെ ഇഷ്ടമാണ് ജിൻഡോനെ കേട്ടോ. മറ്റവരൊക്കെ ഹീറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ജിൻഡോ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സംഗതി വെച്ചിട്ട് ജിൻഡോൻ്റെതായ ശൈലിയിൽ ജിൻഡോ കളിക്കണം, ജിൻഡോ എല്ലാവർക്കും എതിരെ കളിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ക്ലിപ്പും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടു, സിബിൻ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥിനെ കംപ്ലീറ്റ് ആയിട്ട് ലാലേട്ടൻ സൈഡ് ലൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു. ഓക്കെ, കടുത്ത അമർഷമുണ്ട്, അയാൾ അതിന് മാത്രമുള്ള സംഭവമൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അയാൾ ചെയ്തു, ജസ്റ്റർ ചെയ്തു. പക്ഷേ അതിലേറെ വലിയ സംഗതികൾ അവിടെ ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ജിൻഡോൻ്റെ പപ്പറ്റ് പരിപാടിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, ജിൻഡോക്കെതിരെ വിളിക്കുന്ന തെറികൾ എന്ന വാക്കുകൾ, മണ്ടൻ, ഷൊട്ട, പാഴ്, മരപ്പാഴ്, പൊട്ടൻ, എന്തൊക്കെ ഒരു വർത്താനം പറയുന്നത് അല്ലേ. പോരാത്തിന് കരിഞ്ഞ മത്സ്യകന്യകൻ, അങ്ങനത്തെ ഒരുപാട് ഡയലോഗ്സ് പറയുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ ദത്തുപുത്രി ആയിട്ടുള്ള ജാസ്മിൻ അല്ലേ. എന്തൊക്കെ ഒരു മണ്ടെന്നല്ലാതെ വിളിക്കുന്നില്ല. പിന്നെ ഗബ്രി എത്രത്തോളമാണ് ആ ഗബ്രി എന്ന് പറയുന്നവൻ. സീരിയസ്ലി ഇപ്പം നോറയ്ക്കൊക്കെ നോറയ്ക്ക് ഇത്ര പ്രശ്നമില്ല തോന്നുന്നുണ്ട്. കാരണം ജിൻഡോനോട് പ്രശ്നമുള്ളത്രേ. ഗബ്രിയാണ് പറഞ്ഞത് നീ പോയിട്ട് കുനിഞ്ഞു നിൽക്കുന്നടക്കം പറഞ്ഞിട്ടുള്ളൂ. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? ഇത് ഞാൻ റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഹാഫായിട്ട് കൈ വെക്കാനുള്ളത് ഞാൻ 1-2 ക്ലിപ്പും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. ആ ക്ലിപ്പ് കണ്ടാൽ ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്ലിപ്പ് കണ്ടതിന് ശേഷം പറയാം കേട്ടോ. നിങ്ങൾ മത്സരത്തിൽ വരുമ്പോൾ നിങ്ങൾ ഈ സാധനം വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്താണെന്നറിയാം, എല്ലാ സീസണിലും ഇപ്പോൾ കണ്ടോ, ജസ്റ്റ് സിബിൻ്റെതായ ഡയലോഗ് അവിടെ പറയേണ്ടത്, നിങ്ങൾ വിട്ടുകൊടുക്കുന്ന നല്ലത്. അതുപോലെ പല കാര്യങ്ങളും ഇപ്പോൾ കാലേവാരി നിലത്തടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അങ്ങനത്തെ പല സിറ്റുവേഷനിലും ജിൻഡോ കഴിഞ്ഞ കുറച്ച് വീക്കിൽ കണ്ട ജിൻഡോ അല്ല ഇപ്പോൾ. ജിൻഡോ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ജിൻഡോ ഇവരൊക്കെ കൂടിയിട്ട് മറ്റുള്ളവരെ ബുള്ളിങ് ചെയ്യുന്നു, അതൊക്കെ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ജിൻഡോ എന്ന് പറഞ്ഞ മത്സരാർത്ഥിക്ക് സ്വന്തമായിട്ട് കളിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. ആളതിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു 10-15 ദിവസമുണ്ട്. ആ ദിവസം ഇനി ആ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ള സംഭവം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിക്കാനുള്ള ആ ഒരു ചാൻസ് കൂടെ ഉണ്ടാവും. ജിൻഡോ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാകും. ഞാൻ ജിൻഡോ സപ്പോർട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് സപ്പോർട്ട് എന്ന് പറയാം. പക്ഷേ എന്നാലും ഭയങ്കരമായിട്ട് ജിൻഡോനെ തന്നെ ഫേവർ ചെയ്ത് നടക്കുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഒരു മത്സരാർത്ഥി ഒരിക്കലും നമ്മുടെ തലയ്ക്കുള്ളിൽ വേറൊരാളെ കയറിയിരിക്കാൻ ഒരു മേഖലയിൽ നമ്മൾ സമ്മതിക്കരുത്. ഇപ്പോൾ സിബിന് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. സിബിൻ കുറച്ച് ഡോമിനേറ്റിംഗ് ആണ്. സിബിൻ്റെതായ ഐഡിയാസ് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. ആൾ ബ്രില്യൻ്റ് ആണ്. പക്ഷേ ആൾ ബ്രില്യൻ്റ് ആവുന്നതോടുകൂടി മറ്റുള്ളവർ അതിൻ്റെ ഉള്ളിൽ പോയി ഇതിനല്ലല്ലോ പോയിക്കുന്നത്. ബാക്കിയുള്ളവർ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അവരുടെ ഈക്വൽ ഷെയർ അതിൻ്റെ ഉള്ളിൽ അവർ കാണിക്കണം. പിന്നെ ഇതിൽ വേറൊരു സംഭവം ശ്രദ്ധിച്ചോന്നറിയില്ല, സിബിൻ്റെ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നിങ്ങൾ ഇത് കണ്ടവർക്കറിയാം, ഞാൻ ഈ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. സായി ഒരു ചെറിയൊരു ഗെയിം അവിടെ കളിക്കാൻ ശ്രമിച്ചു. സായി ഗെയിം ആയിട്ട് തോന്നാൻ ഒരു പക്ഷേ ഗെയിം തന്നെ ആണ് സായിയുടെ. പക്ഷേ സായിക്ക് അത് കളിക്കാനുള്ള ഒരു ആംബിയർ എന്നല്ല പറയുക. സായി ഇസ് നോട്ട് എ മെറ്റീരിയൽ, അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ആ ചങ്ങാതി. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഈ സിബിനോട് വളരെ മോശമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു ആക്ടിൻ്റെ പേരിൽ സായി ഒരു ഡയലോഗ് പറയേണ്ടത്, നിനക്ക് ഇതിൻ്റെ പേരിൽ ഒരു യെല്ലോ കാർഡിന് ചാൻസ് ഉണ്ടെന്ന്. കണ്ടോ, സായി എവിടെ നിന്ന് പറയുന്നുണ്ട്, മഞ്ഞക്കാർഡ് അടിച്ചു ഉണക്ക്. അതായത് നിനക്ക് മഞ്ഞക്കാർഡ് അടിച്ചു എന്ന്. കാരണം സായിക്ക് കിട്ടിയിട്ടുള്ള, സായിക്കല്ലല്ലോ കിട്ടിയത്, മറ്റേ ഇവനല്ലേ കിട്ടിയത്, അഭിഷേകിന് കിട്ടിയിട്ടുള്ള ആ സെയിം മഞ്ഞക്കാർഡ് അവിടെ സായിക്ക് കൂടി സിബിന് കൂടി കിട്ടുന്നു പറയുന്ന സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി അവിടെ ഇത് ഏറ്റവും ഒന്നും കൂടി ചർച്ചയാക്കുകയാണ്. അതിനുള്ള പ്രേക്ഷകർക്ക് ഇടയിൽ എത്തിക്കുന്ന ചർച്ചയാക്കാരനെ ഞാൻ മോശമായിട്ടുള്ള പറയട്ടില്ല, അതൊരു ഗെയിം തന്നെയാണ്. കണ്ടോ, നീ ചർച്ച ചെയ്യല്ലേ എന്ന് പറയുന്നതോടുകൂടി അവിടെ വീണ്ടും സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി സായിനെ മിണ്ടാതെ ആക്കണം. സായി പിന്നീട് അത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല, ഇല്ലയെന്ന് തോന്നുന്നത്. കാരണം പിന്നെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ സായിയുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ബാക്കി ഡിസ്കഷൻസ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞതിനോട് കുറച്ചൊക്കെ നമ്മൾ യോജിക്കുന്നു, കുറച്ചല്ല നല്ല രീതിയിൽ ശതമാനം യോജിക്കുന്നു. കാരണം ജിൻഡോ സ്വന്തമായിട്ട് ഇത്രയും ദിവസം കളിച്ചിട്ടുണ്ടാക്കിയെടുത്തൊരു സ്പേസ് അത് വേറൊരാളുടെ മുന്നിൽ അടിയറ വെച്ചിട്ട്, അല്ലെങ്കിൽ പവർ ടീം ഇതിന് വേറൊരു സംഗതി പറയട്ടെ, ഇപ്രാവശ്യത്തെ പവർ ടീം പിന്നെ അവർ ബിഗ് ബോസ് വിചാരിച്ച രീതിയിൽ ഇപ്രാവശ്യം പവർ ടീം പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ ഔട്ട് പെർഫോം ചെയ്തു, എന്തായാലും പറയാമെന്നുള്ള അറിയില്ല.
അവരുടേതായ ഒരു വേ ഓഫ് തിങ്കിങ്. അത് സിബിൻ തന്നെയാണ് മെയിൻ സംഭവം. സിബിൻ ഉണ്ടായിരുന്നു, അതിൽ പൂജ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ളൊരു പവർ ടീമായിരുന്നു. ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും അവർ, പക്ഷേ അവർക്ക് എന്താ വെച്ചാൽ മറ്റേ സായിയുടെയൊക്കെ ടീമിനെ പവർ ടീമിൽ വരുത്താനുള്ള പരിപാടിയായിരുന്നു ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കേട്ടോ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത് സെക്കൻഡ് ഇതിലും കൂടി നടന്നില്ല. അപ്പോൾ നടക്കാത്തൊരു സിറ്റുവേഷനിൽ ബിഗ് ബോസിന് അതിൽ ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ട്. കാരണം ബിഗ് ബോസ് ഇത് എന്തെന്ന് പറയുക, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു കൺട്രോളിങ് ബോഡി ഉണ്ട് ഈ ഒരു ഷോന്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ഇവരുടെ പപ്പറ്റായിരുന്നു, അവരെ പപ്പറ്റ്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ബിഗ് ബോസിൻ്റെ പപ്പറ്റുകളാണ്. കാരണം ബിഗ് ബോസ് ചെയ്തിട്ടുള്ള എടുത്തു വെച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്, അതായത് ഇവർ എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് അവനവൻ സ്വയമായിട്ട് അതിനുള്ളിൽ ചെന്ന് കളിച്ചു കഴിഞ്ഞാൽ പോലും എന്താണ് ഔട്ട് പോകേണ്ടത്, ഏത് ആംഗിളിൽ നിന്നുള്ള ഔട്ടാണ് പോകേണ്ടത്, ഏതൊക്കെ കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന സംഭവം തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ടും കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എൻറ്റയർ കോൺവെർസേഷൻ്റെ മീനിങ് തന്നെ മാറിപ്പോവും. ആ മീനിങ് തന്നെ മാറ്റാൻ കഴിവുള്ള വ്യക്തികളാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ഷോ ഇരുന്നിട്ട് ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ഫേവർ ചെയ്യുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ അവർക്ക് TRP കൂട്ടുന്ന ഫേവറൊന്നും ഇല്ല ഇപ്പോൾ ഇതിൽ. അല്ലാണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അവരുടെ TRP കൂട്ടിയിട്ട് ഈ ഒരു ഷോനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഷോനെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ മാത്രം പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ അതിനനുസരിച്ചുള്ള പരിപാടികൾ ചെയ്യും എന്തായാലും. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ജിൻഡോ പവർ ടീമിൻ്റെ പപ്പറ്റ് പറഞ്ഞ മാതിരി ഈ കംപ്ലീറ്റ് കണ്ടസ്റ്റൻസും ഇവരുടെയൊക്കെ പപ്പറ്റുകളാണ്. ഈവൻ ഈ ഒരു ലാലേട്ടൻ വരെ ബിഗ് ബോസിൻ്റെ പപ്പറ്റാണ്. കാരണം ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് മാത്രമേ ലാലേട്ടൻ ഇപ്പോൾ കുറേ പേര് ലാലേട്ടനെ പോയിട്ട് തെറി വിളിക്കുന്ന സിറ്റുവേഷനൊക്കെ കണ്ടു. കഴിഞ്ഞ പ്രൊമോ ഓരോ സിറ്റുവേഷനിലും ഓരോ പ്രൊമോ വരുന്ന സമയത്തും പുള്ളിനെ തെറി വിളിക്കുന്ന അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പുള്ളി ഇതൊന്നും കാണുന്നില്ല. ലാലേട്ടൻ എന്ന വ്യക്തി ഷോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ആരൊരാൾ ചോദിച്ചോ ലാലേട്ടൻ ഷോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചോ. അങ്ങനെ എനിക്ക് റസ്മിന ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ കണ്ടിരുന്നോ ചോദിച്ചോ. അത് റിഫ്ലെക്സ് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലെക്സ് പോലെ വന്നായിരിക്കാം. അയാൾക്ക് ഇതിനിവിടെ നേരിട്ടാണ്. പുള്ളി വേറെ എവിടേക്കോ നടക്കുന്ന ഇത്ര 100,000 കാര്യങ്ങൾ നടക്കുന്ന വ്യക്തി ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പുള്ളിക്ക് ഈ ടെലി പ്രോംപ്റ്റ് എന്തായാലും പറയാം, ചെവിയിൽ വരുന്ന ഈ പ്രോംപ്റ്റ് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ലാലേട്ടനും ഷോയിലുള്ളവരും എല്ലാവരും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻ നടത്തുന്ന ആ ഒരു ആരാണോ കൺട്രോളിങ് ബോഡി, സ്ക്രിപ്റ്റിൻ്റെ ആൾക്കാരാണോ, ഡയറക്ടറാണോ, ആരൊക്കെയാണോ അതിൻ്റെ ആ ഏഷ്യാനെറ്റാണോ, എൻഡബോളാണോ, ഇവരുടെ പപ്പറ്റുകളാണ് എല്ലാം. അപ്പോൾ ഇവർ പവർ റൂം എന്നുള്ള സംഗതി ക്രിയേറ്റ് ചെയ്ത് തന്നെ വേറൊരു കോൺസെപ്റ്റിലാണെങ്കിൽ ആ പവർ റൂം സത്യം പറഞ്ഞാൽ ഇവർ വന്നോടുകൂടി കയ്യിൽ നിന്ന് പോയ സിറ്റുവേഷനാണ്. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് വിചാരിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഫോക്കസിൽ ലൈം ലൈറ്റ് എന്താ പറയുക സ്പോട്ട് ലൈറ്റ് കൊടുക്കുന്ന രീതിയിലല്ല പവർ റൂം വർക്ക് ഉണ്ടായത്. പിന്നെ എന്താ വെച്ചാൽ ആ പവർ റൂം തന്നെ വീണ്ടും വരെ ചെയ്തു. പക്ഷേ സിബിൻ എങ്ങനെ ഒരു ചെറിയൊരു ആക്ട് അവിടെ കാണിച്ചു എന്നുള്ള ഒറ്റ പേരിൽ എന്ത് സീരിയസ് ആയിട്ടല്ല അവനെ പവർ റൂമിൽ നിന്ന് ഓൺ ദ സ്പോട്ടിൽ പുറത്താക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ തിരിച്ച് ആ പവർ റൂമിൻ്റെ കൺട്രോൾ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ള സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബിഗ് ബോസിനെ തിരിച്ച് ആ പവർ റൂമിൻ്റെ കൺട്രോൾ കിട്ടി. ഇനി ബിഗ് ബോസിന് വേണ്ട ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് പവർ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ ബിഗ് ബോസിന് വേണ്ട രീതിയിൽ കോണ്ടൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ഇത്രയും ഇപ്പോൾ ഇവനെ പുറത്താക്കാനുള്ള സംഭവമാണ് ഏറ്റവും വലിയൊരു സംഗതി വരുന്നത്. ഇനി നെക്സ്റ്റ് ആര് ഇതിനുള്ളിൽ കയറുന്നതനുസരിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരാണ് അതെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പോൾ നോറയ്ക്കും ജാസ്മിനും തീരുമാനിക്കാൻ വിട്ടുകൊടുത്തു എന്നുള്ള പോലെ ആർക്കെങ്കിലും ഒരാളൊക്കെ തീരുമാനിക്കാൻ വിട്ടുകൊടുത്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും മറ്റേ ജിൻഡോ സിബിൻ എതിർപക്ഷം ഭയങ്കര ഹാപ്പിയാണ്, നോറ ഹാപ്പിയാണ്, ജാസ്മിൻ ഹാപ്പിയാണ്, പിന്നെ എന്താ പറയുക അപ്സര ഭയങ്കര ഹാപ്പിയാണ്. അപ്സരയുടെ മുഖം സീരിയസ്ലി ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ ഈ ചില ആൾക്കാർ പറയണ്ടല്ലോ ഈ സിനിമയിൽ വില്ലന്മാർ റിയൽ ലൈഫിൽ പാവങ്ങളാണ് എന്നൊരു സംഗതി പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. നമ്മൾ സിനിമയിൽ വില്ലന്മാരായിട്ട് കാണുന്ന ആൾക്കാർ. അതുപോലെ തന്നെ നമുക്ക് കാണുന്നത് ഈ അപ്സരയിലെ സീരിയലിൽ അപ്സര ഉള്ള അതേ കണ്ടീഷൻസിന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം, ഞങ്ങൾ സീരിയൽ കാണുന്നുണ്ട്. ഞാനങ്ങനെ കുറച്ച് സീൻസാണ് അപ്സരയുടെ കണ്ടിട്ടുള്ളത്. സാന്ത്വനം സീരിയലിൽ സത്യം പറഞ്ഞാൽ എഴുത്തിയമ്മ ആ ഒരു കുനിഷ്ഠ ബുദ്ധി ക്യാരക്ടർ പോലെ തന്നെ എനിക്ക് അപ്സരനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടോ. ഞാൻ ഇന്ന് പ്രൊമോ കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് അപ്സരയുടെ ആ ഇരുത്തവും സന്തോഷവും അപ്സരയുടെ ആ സംസാരമാണ്. കാരണം അപ്സര ഓൾവേസ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ദ പവർ റൂം. അവൾക്ക് അതിനുള്ളിൽ ചെന്നിരുന്ന അധികാരം, അവരെല്ലാവരും ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. വാട്ട് എവർ ജിൻഡോനെ പ്രശ്നം പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും വേറെ പല കാര്യങ്ങളും പറഞ്ഞു പോയി. പക്ഷേ ഇത്രയേ ഉള്ളൂ. ജിൻഡോനെ പറയുന്ന തെറികൾ, ജിൻഡോയെ പറയുന്ന ആക്ഷൻസ്, ജിൻഡോനെ അധിക്ഷേപിക്കുന്ന സംഭവങ്ങൾ, മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്രത്തോളം മനസ്സ് തളരാല്ലേ. ഇവർ പറയുന്ന രീതിയിൽ അയാളും കോർണേഡായി പോയിക്കൂടെ. അയാളിങ്ങനെ ജോവിയലായിട്ടും സ്പോർട്സ് പേഴ്സൺ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ജിൻഡോ നാളെ പറയുന്നു തോന്നി ഒരുപാട് കാര്യങ്ങളൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ജിൻഡോ. അപ്പോൾ ആ ഒരു സംഗതി ജിൻഡോ കാണുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇനി ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല, അലമുറ കരയുന്നില്ല, അതിനെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അയാൾക്ക് പ്രോബ്ലം ഇല്ല എന്നല്ല. ഹീ ഓൾസോ ഹാസ് പ്രോബ്ലംസ്. എന്ത് മോശം അയാളെ കളറിൻ്റെയൊക്കെ പേരിൽ വളരെ മോശമാക്കിയിട്ട് അതൊന്നും ചോദിച്ചില്ലെങ്കിൽ അതിനുള്ളിലുള്ളവരെ അറിയ പോലും ഇല്ല. പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഈ കരിഞ്ഞ മത്സ്യവന്യം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇത്രയധികം ഇഷ്യൂ ആണ്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ്. ആ ഒരു ഇഷ്യൂ അതിനുള്ളിൽ ഒരു പ്രശ്നമാക്കിയിട്ട് രീതിയിൽ ബിഗ് ബോസ് അവതരിപ്പിച്ചിട്ടേ ഇല്ല. അതിൽ നമുക്ക് വളരെ കടുത്ത അമർഷം തന്നെ ഉണ്ട്.
പറഞ്ഞാലും തീരില്ല. കാരണം വെച്ചാൽ പുറത്ത് സത്യഭാമൊക്കെ ആ പിന്നെ കലാഭവൻ മണിയുടെ അനിയനെ രാമകൃഷ്ണനെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഇത്രയധികം സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു സോഷ്യൽ മീഡിയയാണ് പുറത്തുള്ളത്, ജനങ്ങളാണ് പുറത്തുള്ളത്. പണ്ട് ജാസ്മിൻ്റെ കേസ് വരാണെങ്കിൽ എന്താ വെറി റിലേറ്റഡ് ആയിട്ടുള്ള വിവേചനം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂവും സോഷ്യൽ മീഡിയ മാത്രമല്ല ജനങ്ങളാണെങ്കിലും ഇന്നത്തെ മലയാളികൾ ഏത് ഭാഷക്കാരാണോ അവരത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ അവിടെ പറഞ്ഞിട്ടുള്ളത് ജിൻഡോനെ പറഞ്ഞ് ചർച്ചയ്ക്ക് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശം സംഭവമാണ്. 3rd rate എന്നേ പറയുള്ളൂ. ഇല്ല ജാൻമണി പറഞ്ഞ പോലെ 3rd class. അതെന്താ വെച്ചാൽ അതൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. സംഗതി വേറൊരു ലൈനാണ്. ഇതാർക്കും മനസ്സിലാവായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. നമ്മളെ ഈ റിവ്യൂ കാര്യങ്ങളൊന്നും ആരും കാണുമെന്ന് സംഭവം എന്നറിയില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് പ്രൊമോ എങ്കിലും എന്താണ് അതിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ജാസ്മിൻ ലാലേട്ടനെ കയറി ചോദ്യം ചെയ്തോ, അതേമാതിരി ജിൻഡോനെ കയറി ഇങ്ങോട്ട് ചൊറിഞ്ഞോ, പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഈ ശാസനകളും പ്രശ്നങ്ങളൊക്കെ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ലതിന് വേണ്ടി എടുക്കാം. അതുപോലെ പൊക്കിയടി കണ്ടിട്ട് പിന്നെ ക്യാരിഡ് അവേ ആയിക്കഴിഞ്ഞാൽ അതിന് ആ ഒരു ഇതിലിങ്ങനെ കയറി ഇങ്ങനെ ഒഴുകി നടന്നു കഴിഞ്ഞാൽ അവർക്ക് താഴെ പോകാമെന്നുള്ളത് ഇതിന് മുന്നത്തെ ബിഗ് ബോസുകളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്രയും ബിഗ് ബോസ് കണ്ട സ്ഥിതിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഏകദേശം വളരെ ക്ലിയർ ആയിട്ട് സിറ്റുവേഷനിൽ മനസ്സിലാവുന്നതന്നെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.